നമസ്കാരം. തട്ടിയും മുട്ടിയും പരമ്പരയിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതനായ താരമാണ് സിദ്ധാർത്ഥ് പ്രഭു. പരമ്പരയിൽ കണ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് സിദ്ധാർത്ഥ് തിളങ്ങിയത്. ഇപ്പോൾ ഉപ്പുമുളകിൽ ലച്ചുവിന്റെ ഭർത്താവായ സിദ്ധു എന്ന കഥാപാത്രമായി എത്തുന്നത് സിദ്ധാർത്ഥാണ്. കഴിഞ്ഞ ദിവസം താരത്തിനെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക് പറ്റിയിരുന്നു. ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ച ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി MC റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്താണ് സംഭവം നടന്നിരിക്കുന്നത്. കോട്ടയം ഭാഗത്തു നിന്ന് എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. ഇദ്ദേഹം ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സിദ്ധാർത്ഥുമായി വാക്കുതർക്കമുണ്ടായി. നാട്ടുകാരെ അസഭ്യം പറഞ്ഞതോടെ കയ്യാങ്കളിയായി. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. സിദ്ധാർത്ഥ് നാട്ടുകാരെ അസഭ്യം പറഞ്ഞ് നടുറോട്ടിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ദൈവം, കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നെല്ലാം സിദ്ധാർത്ഥ് റോഡിൽ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ചുറ്റും ആളുകളെയും കാണാവുന്നതാണ്. എന്തായാലും നാട്ടുകാർ പറയുന്നത് പ്രകാരം കാൽനട യാത്രക്കാരനെ സിദ്ധാർത്ഥിന്റെ കാർ ഇടിച്ചിട്ടതിന് പുറമെ പരിക്ക് പറ്റിയ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സിദ്ധാർത്ഥ് ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ദൈവം, കോടതി ഇതൊക്കെ നോക്കിക്കോളുമെന്നാണ് സിദ്ധാർത്ഥ് ഇവരോട് പറഞ്ഞത്. അതേസമയം തന്നെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരം കൂടിയാണ് സിദ്ധാർത്ഥ് പ്രഭു. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിൽ മലയാളികൾക്കെല്ലാം തന്നെ വിഷമമുണ്ട്. ബാലതാരമായി അഭിനയം തുടങ്ങിയ സിദ്ധാർത്ഥും മീനാക്ഷിയും അന്നേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തട്ടിയും മുട്ടിയും പരമ്പര കണ്ടവർക്കെല്ലാം ഇവരെ അത്രയേറെ ഇഷ്ടവുമായിരുന്നു. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് UK ജോലി ചെയ്യുകയാണ് മീനാക്ഷി. ഉപ്പുമുളകിലൂടെയായി വീണ്ടും അഭിനയ മേഖലയിൽ സജീവമായിരിക്കുകയാണ് സിദ്ധാർത്ഥ്. ലച്ചുവിന്റെ ഭർത്താവായ സിദ്ധാർത്ഥായാണ് അദ്ദേഹം എത്തിയത്. മറ്റൊരാൾ ചെയ്തു വെച്ച ക്യാരക്ടർ ആയതിനാൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഓഡിഷന് ശേഷമായാണ് സിദ്ധാർത്ഥ് ഉപ്പുമുളകിൽ എത്തിയത്. ലച്ചുവുമായുള്ള കോംബോ മികച്ചതെന്നായിരുന്നു പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ. സ്ക്രീനിന് പുറത്ത് സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ഇന്ന് പ്രേക്ഷകർ. മദ്യലഹരിയിൽ കാൽനട യാത്രക്കാരനെ ഇടിച്ചിട്ട് ഓടിക്കൂടിയവരെ ചീത്ത പറയുന്ന സിദ്ധാർത്ഥിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായി. സ്വബോധത്തോടെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ചീത്തവിളികളും പരാക്രമവും കൂടിയതോടെ നാട്ടുകാർ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ച് താരങ്ങൾ എത്തിയിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചത് തെറ്റ് തന്നെയാണ്. എന്നാൽ പൊതുനിരത്തിൽ സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്തത് ശരിയല്ല. പോലീസും നിയമവും ഒക്കെ ഇവിടെയുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചതെന്നായിരുന്നു ചോദ്യങ്ങൾ. യൂട്യൂബേഴ്സും ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളുമായി എത്തുന്നുണ്ട്. അതുൽ വ്ലോഗ്സും കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ അതിന് സാക്ഷിയായി നിന്ന വ്യക്തിയുടെ ഫോൺ സംഭാഷണവും അതുൽ കേൾപ്പിച്ചിരുന്നു. ആ വണ്ടി വരുന്ന വരവ് കാണേണ്ടതായിരുന്നു. ആ കാർ വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. സൈഡിലൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു. അവിടെ ബസ് സ്റ്റോപ്പിൽ വേറൊരാളുണ്ടായിരുന്നു. അയാൾ ബൈക്കിലേക്ക് ചാടിക്കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ബസ് സ്റ്റോപ്പിൽ കൈവരിയിലും കാർ ഇടിച്ചിരുന്നു. ആൾക്കാരെല്ലാം ബഹളം വെക്കുകയായിരുന്നു. അവന് തീരെ ബോധമില്ലായിരുന്നു. ആംബുലൻസിലേക്ക് അയാളെ കയറ്റുമ്പോൾ അവൻ ആളുകളെ കാൽ വെച്ച് തൊഴിക്കുകയായിരുന്നു. ഇത്രയും ഭീകരമായ ഒരു കാഴ്ച ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ പറഞ്ഞത്. അവനെ ആരും പിടിച്ചു കിടത്തിയതല്ല, അവൻ വീണുപോയതാണ്. അവനാണ് എല്ലാവരെയും ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കാനും ഒക്കെ നോക്കിയത്. പറ്റിപ്പോയതിന് ക്ഷമാപണം നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നമാവില്ലായിരുന്നു. ഒരു കാറ്റടിച്ചാൽ വീഴുന്ന അവസ്ഥയിലായിരുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല അവിടെ അങ്ങനെയൊക്കെ നടന്നത്. അത്രയും മോശമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. മദ്യപിക്കുന്നതൊക്കെ അവരുടെ തീരുമാനം. എന്നാൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹം തന്നെയാണ്. സെലിബ്രിറ്റികളെല്ലാം പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞു വരുന്നത് കണ്ടു. കാര്യം അറിയാതെയാണ് പലരും പ്രതികരിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥ് നേരത്തെയും മദ്യപിച്ച് വാഹനം ഓടിക്കുകയും അപകടങ്ങളിൽ പെടുകയും ചെയ്തിട്ടുണ്ടെന്നും ചിലർ പറഞ്ഞിരുന്നു. ജനുവിനായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നായിരുന്നു അതിൽ പറഞ്ഞത്. നമ്മുടെ വീട്ടുകാർക്കാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതെങ്കിലോ ഇതുപോലെയായിരിക്കുമോ നമ്മൾ പെരുമാറുന്നത്? ജിഷിൻ ചേട്ടൻ സംസാരിച്ചപ്പോൾ മധുവിന്റെ സംഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെയാണോ ഇത്? അത് വെച്ച് താരതമ്യം ചെയ്യാനേ പാടില്ല. ചുമ്മാ വന്ന് ന്യായീകരിക്കരുതെന്നുമായിരുന്നു അതിൽ പറഞ്ഞത്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ നടൻ ജിഷിൻ മോഹനും പ്രതികരിക്കുകയുണ്ടായി. സിദ്ധാർത്ഥിനെ നാട്ടുകാർ ആക്രമിച്ചത് ശരിയായില്ലെന്ന് ജിഷിൻ മോഹൻ പറയുന്നു. നിയമം കയ്യിലെടുക്കുകയാണ് ചുറ്റും കൂടിയവർ ചെയ്തതെന്നും സിദ്ധാർത്ഥിനെ ചവിട്ടിക്കൂട്ടിയെന്നും ജിഷിൻ മോഹൻ തുറന്നടിച്ചു. സിദ്ധാർത്ഥിനെ ആളുകൾ കെട്ടിയിടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജിഷിന്റെ പ്രതികരണം. സഹപ്രവർത്തകനായ സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരാളെ തട്ടി. അതിന് ഞാൻ ലഘൂകരിക്കുന്നില്ല. ഇവിടെ നാട്ടുകാർ ചെയ്ത പ്രവൃത്തിയാണ് എനിക്ക് ഭീകരമായി തോന്നുന്നത്. ഒരാളെ വണ്ടി തട്ടിയാൽ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലിട്ട് ചവിട്ടുന്നു. ഇതാണോ പ്രബുദ്ധമായ കേരളം? പണ്ട് മധുവിനെ തല്ലിക്കൊന്ന് എന്ന് പറഞ്ഞ് കുറെ പേർ പരിതപിച്ചിരുന്നു. ഇപ്പോൾ ആർക്കും പരിതാപമില്ലേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ചവിട്ടി താഴ്ത്തണം. അവനങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്ന് കുറെ പേർ പറയുമായിരിക്കും. ഇവിടെ പോലീസും കേസും കോടതിയും ഒന്നുമില്ലേ? ലോകത്തിൽ ആദ്യമായി മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളൊന്നുമല്ല സിദ്ധാർത്ഥ്. ക്രിസ്മസ്, ന്യൂ ഇയർ സമയത്ത് മിക്കവാറും എല്ലാവരും മദ്യപിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടിക്കൂട്ടിയല്ല പ്രതികരിക്കേണ്ടത്. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? ഇതിനൊന്നും പ്രതികരിക്കാൻ ആളില്ല.
കാരണം അവൻ ആർട്ടിസ്റ്റാണ്. ലജ്ജ തോന്നുന്നു എന്നാണ് ജിഷിൻ മോഹൻ പറഞ്ഞത്. പുറത്തു വന്ന വീഡിയോയിൽ ഒരാൾ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കുന്നത് കാണാം. വീഡിയോ ആര് കണ്ടാലും പ്രശ്നമില്ലെന്ന് ഇയാൾ പറയുന്നുമുണ്ട്. പലരും വിഷയത്തിൽ സമാന അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സിദ്ധാർത്ഥിനെ ജനം ആക്രമിച്ചത് ശരിയായില്ലെന്ന് കമന്റുകൾ വരുന്നുണ്ട്. അവനെ അങ്ങനെ തല്ലണ്ടായിരുന്നു, പാവം. കഴുത്തിൽ മുറുകെ പിടിച്ചവൻ എന്തായാലും കുറെ നാൾ അകത്ത് കിടക്കും. ഇതും കാണുന്ന വീട്ടുകാരുടെ അവസ്ഥ. ചെറിയ ചെക്കനാണ്, അവനെ ഇങ്ങനെ ദ്രോഹിക്കണം? ഒറ്റപ്പെട്ടുപോയി. അവൻ കുടിച്ച് ബോധമില്ലാത്തതല്ലേ? നിങ്ങൾ ബോധമുള്ളവർ ഇങ്ങനെ ചെയ്യണം? കേരളത്തിൽ മാധ്യമ വിചാരണ കൂടുന്നു. നിയമത്തെയും പോലീസിന്റെയും നോക്കുകുത്തിയാക്കി ജനം നിയമം കയ്യിലെടുക്കുന്നു. സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടി ഓടിച്ച കേരളത്തിലെ ആദ്യത്തെ പുരുഷനാണോ? അയാൾ അവിടെ ഉണ്ടല്ലോ, ഇടിച്ചിട്ടിട്ട് ഇറങ്ങി ഓടിയില്ലല്ലോ. അപ്പോൾ അവന്റെ വീഡിയോസ് എടുത്ത് പ്രചരിപ്പിച്ചവർക്കെതിരെയും ആ കഴുത്തിൽ കയറിട്ട് മുറുക്കിയവനെതിരെയും കേസ് എടുക്കേണ്ടതാണ് എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. കോട്ടയം എംസി റോഡിൽ വെച്ച് ബുധനാഴ്ച രാത്രി 8:30 സംഭവം. അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പും മുളകും എന്ന സിറ്റ്കോമിലാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും വിമർശിച്ചു. അക്രമാസക്തനായി പെരുമാറിയെന്നത് കൊണ്ട് കെട്ടിയിട്ടതും സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചതും ശരിയായ പ്രവൃത്തിയല്ലെന്നും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്.